ഹായ് മക്കൾസ്, ഇറ്റ്സ് മീ അർഷിദാരി ഫ്രം എജുബ്ലിറ്റ്സ് ലേണിംഗ്. യെസ്, എജുബ്ലിറ്റ്സിൻ്റെ കൂടെ നിങ്ങൾ NCET CUET ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒട്ടപ്പാച്ചിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ CUET NCET ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും PYQs ഒക്കെ നിങ്ങൾ കൃത്യമായി അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, എൻട്രൻസ് എക്സാമിന് കൃത്യമായ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഐഡിയ ഉണ്ടായിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നത്, എങ്ങനെയാണ് അതിനെ സമീപിക്കേണ്ടത് എന്നുള്ള നോളജ് നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ സോളജി, യെസ് സോളജിയിലെ കുറച്ച് PYQs ആണ് എജുബ്ലിറ്റ്സിന് വേണ്ടി നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോ നിങ്ങളെ ക്ഷണിക്കുന്നു സോളജിയുടെ കുറച്ച് PYQസിലേക്ക്. NCET CUET ഇതുവരെ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. സോ നേരിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, കം ഓൺ. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഗിവൺ സ്ട്രക്ചേഴ്സ് ഫോംഡ് ഡ്യൂറിങ് സ്പെർമറ്റോജെനിസിസ് ഇൻ കറക്റ്റ് സീക്വൻസ്. ഏത് ചാപ്റ്ററിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സോളജിയുടെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാമത്തെ ചാപ്റ്റർ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. നമ്മൾ വെള്ളം പോലെ പഠിച്ച കിണ്ണം കാച്ചി പഠിച്ച ചാപ്റ്ററാണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ആ റീപ്രൊഡക്ഷനിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിട്ടുള്ളത്. സ്പെർമറ്റോജെനിസിസിൻ്റെ സ്ട്രക്ചറുകൾ, സ്പെർമറ്റോജെനിസിസിലുള്ള വിവിധ സ്ട്രക്ചറുകൾ കറക്റ്റ് സീക്വൻസിൽ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം സ്പെർമറ്റോജെനിസിസ് ആ ഫ്ലോ ചാർട്ടായിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സ്പെർമറ്റോജെനിസിസ്, പുതിയ സ്പേം അല്ലെങ്കിൽ സ്പെർമറ്റോസോവ ഫോം ചെയ്യുന്ന സ്പെർമറ്റോജെനിസിസ് തുടക്കം കുറിക്കുന്നത് ഒരു അമ്മ സെല്ലിൽ നിന്നാണ്, ഒരു മെയിൽ ജേം സെല്ലിൽ നിന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ സ്പെർമറ്റോജെനിസിസ് തുടക്കം കുറിക്കുന്ന സെല്ലിൻ്റെ പേരാണ് മെയിൽ ജേം സെൽ അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയ. എന്താ വിളിക്കുക? സ്പെർമറ്റോഗോണിയ. യെസ്, അപ്പോൾ സ്പെർമറ്റോഗോണിയയിൽ നിന്നും തുടങ്ങുന്നു. യെസ്, സ്പെർമറ്റോഗോണിയയിൽ നിന്നും സ്പെർമറ്റോഗോണിയയിൽ നിന്നും തുടങ്ങുന്നു. പിന്നെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമുക്ക് ഓൾറെഡി അറിയാം, സ്പെർമറ്റോഗോണിയയിൽ നിന്ന് ആദ്യം പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഉണ്ടാകുന്നു, പിന്നെ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ഉണ്ടാകുന്നു, സെക്കൻഡറി സ്പെർമറ്റോസൈറ്റിൽ നിന്നും സ്പെർമാറ്റിഡ് ഉണ്ടാകുന്നു, സ്പെർമാറ്റിൽ നിന്നും എന്തുണ്ടാകുന്നു? സ്പെർമറ്റോസോവ അല്ലെങ്കിൽ സ്പേം ഉണ്ടാകുന്നു. ഇതാണല്ലോ അതിൻ്റെ ഇടയിൽ വരുന്ന സ്ട്രക്ചറുകൾ. യെസ്, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ്. നമുക്ക് ഓൾറെഡി അറിയാം, സ്പെർമറ്റോഗോണിയിൽ നിന്ന് തുടങ്ങുന്നു, പ്രൈമറി സ്പെർമറ്റോസൈറ്റ്, സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ്, സ്പെർമറ്റോസോവ ഓർ സ്പേം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4 സ്ട്രക്ചർ തന്നിട്ടുണ്ട്: സ്പെർമറ്റോസോവ, സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്, സ്പെർമാറ്റിഡ്, സ്പെർമറ്റോഗോണിയ. അതിൻ്റെ കറക്റ്റ് ഓർഡർ എന്തായിരിക്കും? യെസ്, ഫസ്റ്റ് സ്പെർമറ്റോഗോണിയ വരിക. ഓക്കെ, ബുദ്ധിമുട്ടില്ല. യെസ്, സെക്കൻഡ് ഏതാ വരിക? വേഗം പറ. ഫസ്റ്റ് സ്പെർമറ്റോഗോണിയ. സെക്കൻഡ് എന്താ വരിക? സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് വരിക. കാരണം പ്രൈമറി സ്പെർമറ്റോസൈറ്റ് നമുക്ക് ഓപ്ഷനിൽ ഇതിൽ തന്നിട്ടില്ല, അതുകൊണ്ട് സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. പിന്നെ 3 ഏതാ വരിക? സ്പെർമാറ്റിഡ് വരിക. 4 സ്പെർമറ്റോസോവ. ഇതാണ് വരിക. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ ഏതാ? ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഏതായിരിക്കും വരിക? ഫസ്റ്റ് D ആണ് വരിക. സെക്കൻഡോ? ഫസ്റ്റ് D ആ വരിക. സെക്കൻഡോ? B ആണ് വരിക. തേർഡോ? C ആണ് വരിക. ഫോർത്തോ? A ആണ് വരിക. സോ DBCA ഓർഡറിലുള്ളത് ഏതാ? ഓപ്ഷൻ A. സോ ഓപ്ഷൻ A ഇസ് ദ കറക്റ്റ് ആൻസർ. യെസ്, അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. യെസ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. യെസ്, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ജെനറ്റിക്സിലെ 4ാമത്തെ ചാപ്റ്റർ അഥവാ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നുള്ള കിണ്ണം കാച്ചിയ ചോദ്യമാണ്. ജെനറ്റിക്സിൽ നിന്ന് ചോദിച്ചിരിക്കുന്നു. യെസ്, എ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഇൻ DNA ഈസ് പ്രൈമർലി കംപ്രൈസർ ഓഫ്. എന്ത് സിമ്പിൾ ചോദ്യമാണ്. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ ആരെല്ലാം ഉണ്ട്? യെസ്, പ്രൊമോട്ടർ ഉണ്ട്, സ്ട്രക്ചറൽ ജീൻ ഉണ്ട്, ടെർമിനേറ്റർ ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉണ്ടല്ലോ. അതാ ചോദിച്ചിട്ടുള്ളത്. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ ആരെല്ലാം ഉണ്ട്? യെസ്, അപ്പോൾ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മീൻസ് A പ്രൊമോട്ടർ, B ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ, C സ്ട്രക്ചറൽ ജീൻ, D ടെർമിനേറ്റർ. ആരൊക്കെ ആയിരിക്കും? ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിൽ ഒരു പ്രൊമോട്ടർ ഉണ്ടാകും, ഒരു സ്ട്രക്ചറൽ ജീൻ ഉണ്ടാകും, ആൻഡ് ഒരു ടെർമിനേറ്റർ ഉണ്ടാകും. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഇവിടെ വരുന്നതാണോ? അല്ല, അത് റെപ്ലിക്കേഷൻ, ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ ഒക്കെ DNA റെപ്ലിക്കേഷനിൽ വരുന്നതാണ്. ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നതിൽ 3 സാധനങ്ങളാണ്: പ്രൊമോട്ടർ, സ്ട്രക്ചറൽ ജീൻ, ടെർമിനേറ്റർ. സോ ACD എന്ന് ആൻസർ വരുന്നത് എവിടെയാണ്? യെസ്, ACD ഓപ്ഷൻസ് വരുന്നത് ഓപ്ഷൻ 4 AC
ആൻഡ് ഡി ഓൺലി. സോ ഫോർത്ത് വൺ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? യെസ്. നെക്സ്റ്റ്, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ഇത് ഏത് പാഠത്തിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്? യെസ്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സിൽ നിന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇതാണ്, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1ൽ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട്, ലിസ്റ്റ് 2ൽ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ സിമ്പിൾ. എടാ മക്കളെ, നമുക്കറിയാം LNG-20 എന്തിൻ്റെ എക്സാമ്പിളാണ്? നമുക്ക് ഓൾറെഡി അറിയാം, ഹോർമോൺ റിലീസ് ഇൻ IUDയുടെ എക്സാമ്പിളാണ് LNG-20. LNG-20യും പ്രൊജസ്റ്റാസേർട്ടും ഹോർമോൺ റിലീസ് ഇൻ IUDയുടെ എക്സാമ്പിളാണ്. യെസ്. മൾട്ടി ലോഡ് 375 അത് ഏതിൻ്റെ എക്സാമ്പിളാണ്? മൾട്ടി ലോഡ് 375 ഏതിൻ്റെ എക്സാമ്പിളാണ് മക്കളെ? യെസ്, കോപ്പർ T, കോപ്പർ 7, മൾട്ടി ലോഡ് 375 ഇത് മൂന്നും കോപ്പർ റിലീസ് ഇൻ IUDയുടെ എക്സാമ്പിളാണ്. ആൻഡ് വോൾട്ട്, നമുക്ക് ഡയഫ്രം, വോൾട്ട്, സെർവിക്കൽ ക്യാപ്പ് ഇത് മൂന്നും എന്തിൻ്റെ എക്സാമ്പിളാണ്? ഫീമെയിൽ ബാരിയറിൻ്റെ എക്സാമ്പിളാണ്. ബാരിയർ മെത്തേഡിലെ ഫീമെയിൽ ബാരിയറിൻ്റെ എക്സാമ്പിളാണ് സെർവിക്കൽ ക്യാപ്പ്, വോൾട്ട് ആൻഡ് ഡയഫ്രം എന്നുള്ളത്. ആൻഡ് ഫോർത്ത് വൺ, സഹേലി. സഹേലി എന്തിൻ്റെ എക്സാമ്പിളാണ്? CDRI ഉണ്ടാക്കിയ സഹേലി ഒരു ഓറൽ കോൺട്രസെപ്റ്റീവ് പില്ലാണല്ലോ. ഓറൽ മെത്തേഡല്ലേ, ഗുളികയല്ലേ, കഴിക്കുന്നതല്ലേ, ഓറൽ മെത്തേഡാണ്. അപ്പോൾ നമുക്കെല്ലാം അറിയാം, നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ LNG-20ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാച്ച് ചെയ്യാൻ പറ്റുന്നത് ഏതാ? ഹോർമോൺ റിലീസിങ് IUD. സോ 1 മാച്ച് വിത്ത് D ആണ് വേണ്ടത്. ഓക്കെ. മൾട്ടി ലോഡ് 375 2 ആരോട്ടാ മാച്ച് ചെയ്യേണ്ടത്? 2 മാച്ച് വിത്ത് C ആണ്. മൾട്ടി ലോഡ് 375 കോപ്പർ റിലീസ് IUD. 3 ഷുഡ് ബി മാച്ച്ഡ് വിത്ത് നമ്മുടെ സ്വന്തം A ബാരിയർ മെത്തേഡാണ്. ആൻഡ് ഫോർത്ത് ഷുഡ് ബി മാച്ച്ഡ് വിത്ത് ഓറൽ മെത്തേഡ്. സോ B ആണ്. സോ 1D 2C 3A 4B. ആൻസർ വരുന്നത് എവിടെയാണ്? 1D 2C 3A ആൻഡ് 4B. നോക്ക്, ഓപ്ഷൻ 3 അല്ലേ? 1D 2C 3A ആൻഡ് 4B. ആൻസർ വരുന്നത് ഓപ്ഷൻ 3. എൻ്റെ കുട്ടികൾക്ക് മനസ്സിലായി. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, വീണ്ടും ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ്. എന്തൊരെളുപ്പം, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ എന്തെല്ലാം ഉണ്ട്? യെസ്, അതിൽ കൊടുത്തിരിക്കുന്നത് ഓവറീസ്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ, സെർവിക്സ് ആൻഡ് വജൈന, ഓവിഡക്റ്റ് ആൻഡ് യൂട്രസ്. എടാ മക്കളെ, ഇതെല്ലാം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമല്ലേ? ആണല്ലോ, തീർച്ചയായും. ഓവറീസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. എക്സ്റ്റേണൽ ഫീമെയിൽ ജെനിറ്റാലിയ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. സെർവിക്സ്, വജൈന ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ഓവിഡക്റ്റ് അതുപോലെ യൂട്രസി എല്ലാം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. സോ ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ഓപ്ഷൻസ് ഗിവൻ ബിലോ. ഓപ്ഷൻസ് കൃത്യമായി വായിച്ച് തെറ്റിക്കാതെ തന്നെ ഉത്തരം എഴുതണം. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ. ഏറ്റവും അപ്രോപ്രിയേറ്റ് ആൻസർ അത് അവിടെ ചിന്തിക്കാനൊന്നുമില്ല. എയും ബിയും സിയും ഡിയും പറയുന്ന ആൻസർ ഉണ്ടോ നോക്കാം. യെസ്, A, B, C and D. യെസ്, ഓപ്ഷൻ D is the ഓപ്ഷൻ 1 is the correct answer. സോ വായിച്ച് പെട്ടെന്ന് മനസ്സിലാക്കി ഉത്തരം തെറ്റാതെ ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. അതെങ്ങനെ നമുക്ക് കഴിയുക? കൂടുതൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നമ്മൾ കൃത്യമായി പ്രാക്ടീസ് എടുക്കുക. യെസ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് which of the following sexually transmitted infection is not completely curable. വീണ്ടും ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് നമ്മൾ പാട്ടും പാടി പഠിച്ചതാണ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. 8 നമ്മൾ പഠിച്ചു. നമ്മൾ പഠിപ്പിച്ചത് ഇങ്ങനെയാണ്. ഫസ്റ്റ് എയ്ഡ്സ്, പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, പിന്നെ ജെന്റൽ ഹെർബ്സ്, പിന്നെ ജെന്റൽ വാർഡ്സ്, പിന്നെ ട്രൈക്കോമോണിയാസിസ്, പിന്നെ ക്ലാമിഡിയാസിസ്, പിന്നെ ഗൊണേറിയ, പിന്നെ സിഫിലിസ്. ഈ 8 അസുഖങ്ങൾ നമ്മൾ പാട്ടും പാടി പഠിച്ചിട്ട് നമ്മൾ നിങ്ങളോട് പറഞ്ഞു ആദ്യത്തെ 3 ഏതൊക്കെയാണത്? എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി, ജെന്റൽ ഹെർബ്സ്. എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി, ജെന്റൽ ഹെർബ്സ് നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരച്ച് പറഞ്ഞിട്ടുണ്ട്. എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി, ജെന്റൽ ഹെർബ്സ് ഇത് 3 നോട്ട് ക്യൂറബിൾ ആണ്, കംപ്ലീറ്റ്ലി മാറൂല. ബാക്കിയുള്ളതൊക്കെ നേരത്തെ ഡിറ്റക്ട് ചെയ്ത് ചികിത്സിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ മാറാത്ത വിച്ച് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ക്യൂറബിൾ, കംപ്ലീറ്റ്ലി ക്യൂറബിൾ അല്ലാത്ത അസുഖം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. 3 സാധനങ്ങൾ നമുക്കറിയാം. എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ് ബി, ജെന്റൽ ഹെർബ്സ്. ഈ 3 ആരെങ്കിലും ഉണ്ടോ? സിഫിലിസ് ഉണ്ട്, ഗൊണേറിയ,
ജെന്റിൽ ഹെർബ്സ്, ട്രൈക്കോമോണിയാസിസ്. ഏതായിരിക്കും ഓപ്ഷൻ? ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. നോട്ട് ക്യൂറബിൾ ഏതാണ്? ജെന്റിൽ ഹെർബ്സ് ആണ്. ബാക്കിയുള്ള സിഫിലിസ് ആണെങ്കിലും ഗൊണേറിയ ആണെങ്കിലും മോണിയാസിസ് ആണെങ്കിലും നമുക്ക് ക്യൂറബിൾ മാറ്റാൻ പറ്റും. ഓക്കെ, എടാ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. വളരെ സിമ്പിളാണ്. നമുക്ക് കണ്ടന്റ് ഉണ്ടെങ്കിൽ, നമ്മൾ കൃത്യമായി ക്ലാസ് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കിണ്ണം കാശ് നമുക്ക് ഉത്തരം ചെയ്താൻ പറ്റും. അങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുക. എജുബ്ലിസിന്റെ കൂടെ കൂടിയിട്ട് ഈ NCET CUET ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കൾ തീർച്ചയായും നമ്മുടെ മോക്ക് ടെസ്റ്റുകളൊന്നും മിസ് ചെയ്യാതെ, നമ്മുടെ PYQ സെഷനുകളൊന്നും മിസ് ചെയ്യാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിഷ്പ്രയാസം നിങ്ങൾക്കത് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ അഭിലാഷങ്ങൾ പൂവണിയാൻ വേണ്ടി, നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ വേണ്ടി ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തി തൽക്കാലം വിട പറയുകയാണ്. ഇറ്റ്സ് മീ അർഷിദ് ആരിഫ് ഫ്രം എജുബ്ലിറ്റ്സ് ലേണിംഗ്. താങ്ക് യു.